കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തമായ അടിത്തറകളിലൊന്നാണ് കുടുംബശ്രീ. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തികമായി മുന്നേറാൻ സഹായിക്കുന്ന വലിയൊരു ജനകീയ പ്രസ്ഥാനമാണ് ഇത്. സേവിങ്സിൽ നിന്ന് സ്വയം തൊഴിൽ വരെ, ചെറിയ സഹായത്തിൽ നിന്ന് വലിയ മുന്നേറ്റം വരെ അനേകം സ്ത്രീകളുടെ ജീവിതം മാറ്റിയ വഴിയാണ് കുടുംബശ്രീ. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കുടുംബശ്രീ വായ്പാ പദ്ധതി 2025. എന്താണ് ഇത്? ആർക്കാണ് ലഭിക്കുക? എങ്ങനെ അപേക്ഷിക്കാം? എങ്ങനെ ഇത് ജീവിതം മാറ്റാൻ സഹായിക്കും? വളരെ ലളിതമായി നോക്കാം. കുടുംബശ്രീ വായ്പ എന്ന് പറയുന്നത് അയൽക്കൂട്ടങ്ങളായ സ്ത്രീ കൂട്ടായ്മകൾക്ക് ബാങ്ക് വഴിയോ സാമ്പത്തിക സംവിധാനങ്ങളിലൂടെയോ ലഭിക്കുന്ന ഒരു സഹായമാണ്. ഇത് ഒരാൾക്ക് മാത്രം നൽകുന്ന വായ്പയല്ല, ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പിന്തുണയാണ്. ഈ സഹായം ഉപയോഗിച്ച് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം, വീട്ടുവരുമാനം കൂട്ടാം, സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്താം. ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, എത്ര വായ്പ ലഭിക്കും? പലിശ എത്ര ആയിരിക്കും? എങ്ങനെ തിരിച്ചെടുക്കണം? ആദ്യം കുടുംബശ്രീയിൽ എല്ലാവർക്കും ഒരേ തുക വായ്പ ലഭിക്കണമെന്നില്ല സാധാരണയായി. ഗ്രൂപ്പിന്റെ സേവിങ്സ്, പ്രവർത്തന സജീവത എന്നിവ നോക്കും. ബാങ്ക് ലിങ്കേജ്, മുമ്പത്തെ തിരിച്ചടവ് ചരിത്രം, എന്തിനാണ് വായ്പ എടുക്കുന്നത് എന്നത്, ഇവയെല്ലാം നോക്കിയാണ് വായ്പയുടെ തുക തീരുമാനിക്കപ്പെടുന്നത്. അതായതല്ല, ചെറിയ തുക മുതൽ കൂടുതൽ തുക വരെ യോഗ്യതയെ ആശ്രയിച്ച് ലഭിക്കാം. പലിശയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പല വായ്പകളും സാധാരണ വായ്പകളേക്കാൾ നിയന്ത്രിതമായ രീതിയിലായിരിക്കും. ചില പദ്ധതികളിൽ പലിശ സബ്സിഡിയും ലഭിക്കാം. അതുകൊണ്ട് തിരിച്ചടവിന്റെ ഭാരം കുറയാൻ സഹായിക്കും. തിരിച്ചടവ് സാധാരണയായി മാസാന്ത തവണകളായി ആയിരിക്കും. ഗ്രൂപ്പിന്റെ ക്രമശീലവും സമയത്ത് തിരിച്ചടക്കുന്ന ശീലവും ഇവിടെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വായ്പ എടുക്കുമ്പോൾ പണം വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. തിരിച്ചടവ് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും ശ്രദ്ധിക്കണം. കുടുംബശ്രീ വായ്പ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാം. ഉദാഹരണത്തിന് തയ്യൽ യൂണിറ്റ് തുടങ്ങാം, ഹോം മെയ്ഡ് ഫുഡ് ബിസിനസ് തുടങ്ങാം, കൃഷി അടിസ്ഥാന സംരംഭങ്ങൾ തുടങ്ങാം, പച്ചക്കറി കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ കട തുറക്കാം. ഇതിലൂടെ ഒരു വീട്ടമ്മയും വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തിയായി മാറുന്നു. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാനായി നിങ്ങൾ കുടുംബശ്രീ അംഗമായിരിക്കണം. അയൽക്കൂട്ട മീറ്റിംഗുകളിൽ സജീവമായി പങ്കെടുക്കണം. സേവിങ്സ് തുടർച്ചയായി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനായി അയൽക്കൂട്ട മീറ്റിംഗിൽ ആവശ്യം അറിയിക്കാം. ഗ്രൂപ്പ് തലത്തിൽ ചർച്ചയും അംഗീകാരവും നടക്കും. തുടർന്ന് രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാം. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു ചെറിയ സഹായം ഒരു വീട്ടിലെ വരുമാനം മാറ്റാം, ഒരു കുടുംബത്തിന്റെ ഭാവി മാറ്റാം, ആത്മവിശ്വാസം ഉയർത്താം. സാമ്പത്തികമായി മുന്നേറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കുടുംബശ്രീ ഒരു വലിയ പിന്തുണയാണ്. ഒരു ഗ്രാമം മാറും, സമൂഹം മുന്നേറും. കുടുംബശ്രീയോടൊപ്പം മുന്നോട്ട് നടക്കൂ. ജയ് കുടുംബശ്രീ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കുടുംബശ്രീ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ ഓരോ ചുവടും വിജയത്തിലേക്ക്. കൃത്യമായ പ്ലാനിംഗും സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലക്ഷ്യവും നേടിയെടുക്കാം. വായ്പാ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അമ്മമാരുടെ വരുമാനം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ മെച്ചപ്പെട്ട ജീവിതത്തിനും വഴിതുറക്കുന്നു. ഒരു പുതിയ നാളെ നമുക്ക് പടുത്തുയർത്താം. കൃഷിയും ചെറുകിട വ്യവസായങ്ങളും വഴി നമുക്ക് ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കാം. കുടുംബശ്രീ വായ്പകൾ ഇതിനായുള്ള ചാലകശക്തിയാണ്. ചെറുകിട കച്ചവടക്കാർക്കും ഈ പദ്ധതികൾ വലിയൊരു ആശ്വാസമാണ്. പ്രാദേശിക വിപണിയെ സജീവമാക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലെ സുതാര്യതയും വിശ്വാസവുമാണ് നമ്മുടെ കരുത്ത്. ഓരോ രൂപയുടെയും വിനിയോഗം കൃത്യമായിരിക്കണം. കുടുംബശ്രീ ഒരു വിശ്വാസമാണ്. ബാങ്കിംഗ് സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ കുടുംബശ്രീ വലിയൊരു പങ്ക് വഹിക്കുന്നു. നമ്മുടെ നാട് പുരോഗതിയുടെ പാതയിലാണ്. സാമ്പത്തിക അറിവുകൾ പങ്കുവെക്കുന്നതിലൂടെ സ്ത്രീകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. വായ്പ എടുക്കാം, വളരാം. ഒത്തൊരുമയാണ് കുടുംബശ്രീയുടെ വിജയം. പരസ്പര സഹായത്തിലൂടെ നമുക്ക് മലകൾ കീഴടക്കാം. ഓരോ സ്ത്രീയും ഒരു സംരംഭകയാകട്ടെ. വയനാടിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നുവരുന്ന വിജയഗാഥകൾ കേരളത്തിന് തന്നെ മാതൃകയാണ്.
കുടുംബശ്രീ വായ്പയിലൂടെ പുതിയൊരു അധ്യായം തുറക്കാം. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കട്ടെ. മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഇന്ന് തന്നെ കുടുംബശ്രീയോടൊപ്പം ചേരൂ. വിജയത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ചുവടുവെക്കാം. കുടുംബശ്രീ വായ്പാ പദ്ധതി 2025 നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു വഴി. അവസരങ്ങൾ വിനിയോഗിക്കുക, മുന്നോട്ട് നടക്കുക. ഒപ്പമുണ്ട് കുടുംബശ്രീ. സാമ്പത്തികമായി സ്വതന്ത്രരായ സ്ത്രീകൾ ഉള്ള കുടുംബങ്ങൾ കൂടുതൽ സന്തോഷമുള്ളവരാകുന്നു. സമാധാനവും പുരോഗതിയും നമ്മുടെ ഗ്രാമങ്ങളിൽ നിറയട്ടെ. സ്നേഹവും സഹകരണവുമാണ് നമ്മുടെ ചാലകശക്തി. വിവേചനങ്ങളില്ലാത്ത അവസരങ്ങളുള്ള ഒരു നാളെ നമുക്ക് കെട്ടിപ്പടുക്കാം. ഒപ്പം നിൽക്കാം കുടുംബശ്രീയോടൊപ്പം. മുതിർന്നവരുടെ അനുഭവങ്ങളും ചെറുപ്പക്കാരുടെ ഊർജ്ജവും കൈകോർക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം വരും തലമുറകൾക്കും വഴിവിളക്കാകട്ടെ. പ്രത്യാശയുടെ നാളുകൾ ഇതാ. വയനാടിന്റെ സമൃദ്ധി ഓരോ വീട്ടിലും എത്തിക്കാൻ നമുക്ക് സാധിക്കും. കുടുംബശ്രീ വായ്പകൾ അതിനുള്ള താക്കോലാണ്. നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. വിജയത്തിലേക്ക് നമുക്ക് പരസ്പരം കൈകോർക്കാം. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാം. കുടുംബശ്രീ എന്നും നിങ്ങളുടെ തണലായി ഉണ്ടാകും. മുന്നേറൂ, വളരൂ, വിജയിക്കൂ. കുടുംബശ്രീ സ്ത്രീകളുടെ സാമ്പത്തിക ശക്തിയിലേക്ക് ഒരു വഴികാട്ടി. നാളെയുടെ പുലരിയിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നന്ദി. ജയ് കുടുംബശ്രീ, ജയ് കേരളം. സ്ത്രീ ശക്തിയിലൂടെ കുടുംബ മുന്നേറ്റം, അതാണ് കുടുംബശ്രീയുടെ യഥാർത്ഥ അർത്ഥം. ജീവിതം മാറട്ടെ, സമൂഹം വളരട്ടെ. കുടുംബശ്രീയോടൊപ്പം എന്നും സജീവമാകുക. ഈ അവസരം മനസ്സിലാക്കി ഉപയോഗിക്കുക. പുതിയൊരു തുടക്കം കുറിക്കൂ. കുടുംബശ്രീ എന്നും കൂടെയുണ്ട്. വിജയഗാഥകൾ ഇനിയും രചിക്കപ്പെടട്ടെ. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. കുടുംബശ്രീ വായ്പാ പദ്ധതി 2025 നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു വരൂ. കുടുംബശ്രീയുടെ കരുതൽ എന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും. നന്ദി. സ്ത്രീകളുടെ ശാക്തീകരണം, നാടിന്റെ ആശ്ചര്യം. കുടുംബശ്രീയോടൊപ്പം പുതിയൊരു ചക്രവാളത്തിലേക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ജയ് ഹിന്ദ്, ജയ് കുടുംബശ്രീ.